എയർ ലെയറിംഗ് എന്നുള്ളൊരു മെത്തേഡാണ് ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. എയർ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് കമ്പ് വെട്ടി കുത്തി കഴിഞ്ഞാൽ, അതായത് കട്ടിങ്സ് കുത്തി കഴിഞ്ഞാൽ വേര് പിടിക്കാൻ സാധ്യതയുള്ള, എന്നാൽ കുറഞ്ഞ സാധ്യതയുള്ളത് വൃക്ഷങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഫലവൃക്ഷങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയർ ലെയറിംഗ് എന്നുള്ളൊരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് പേര, നാരകം, അതുപോലെ ചാമ്പ മുതലായവയാണ് ചെയ്യുന്നത്. മദർ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നന്നായി വിളവ് കിട്ടുന്ന ഫലവൃക്ഷം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക. അത് പേരയാണെങ്കിൽ പേര, ചാമ്പയാണെങ്കിൽ ചാമ്പ. നമ്മളിവിടെ ചാമ്പയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് വൈറ്റ് ആപ്പിൾ ചാമ്പ എന്ന് പറഞ്ഞ ചാമ്പയാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു പെൻസിലിന്റെ വണ്ണത്തിലുള്ള സ്റ്റെമ്മാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇതിൽ സീസൺ എന്ന് പറയുന്നത് റെയിനി സീസണാണ് ഏറ്റവും നല്ലത്. ഇത് ജൂൺ മുതൽ ഏകദേശം ഒരു ഒക്ടോബർ മാസം വരെ നമുക്കിത് വിജയകരമായിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഇതിന്റെ ബാർക്ക് റിമൂവ് ചെയ്യും. അതായത് 1 ഇഞ്ച് നീളത്തിൽ ഇതിന്റെ ബാർക്ക് വട്ടത്തിൽ റിമൂവ് ചെയ്യും. അത് നന്നായി മൂത്ത കൊമ്പിനേക്കാളും നല്ലത് ഒരു പകുതി മൂപ്പുള്ള കൊമ്പുകളാണ് എപ്പോഴും ലെയറിന് സെലക്ട് ചെയ്യാൻ നല്ലത്. അതിനാണ് പെട്ടെന്ന് വേര് പിടിക്കാനുള്ള സാധ്യത. ബാർക്ക് നമ്മൾ ചുറ്റും റിമൂവ് ചെയ്തു. ഇനി അതിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു ടൈ കെട്ടുകയാണ്. ഇത് ചാക്നൂലോണ്ടുള്ള ഈ ടൈ കെട്ടുന്നതിന് ഉദ്ദേശിക്കുന്നത് ഈ ബാർക്ക് വീണ്ടും വളർന്ന് ഇതിന് ഉള്ളിൽ കൂടെ വളർന്ന് രണ്ടും മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു നടുക്കായിട്ടൊരു കെട്ട് കൊടുക്കുന്നത്. തടിക്ക് പരിക്ക് പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ബാർക്ക് റിമൂവ് ചെയ്യുന്നത് കേട്ടോ. പോട്ടി മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മണ്ണ്, ഒരു ഭാഗം ചകിരിച്ചോറ്, ഒരു ഭാഗം ചാണകപ്പൊടി, ഈ രീതിയിലാണ് നമ്മൾ അതിൻ്റെ മിക്സ്ചർ തയ്യാറാക്കുന്നത്. ഈ മണ്ണ് സെലക്ട് ചെയ്യുന്നത് വെള്ളം പിടിച്ചു നിർത്താൻ കഴിവുള്ള മണ്ണ്, അതായത് ചിതൽറ്റിൻ്റെ മണ്ണൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യാറ്. അതുകൊണ്ടൊരു ഗുണം കൂടി ഉണ്ട്. ഇത് ഒരു കട്ടിയായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ കാണാം, അങ്ങനെ ഉണ്ടായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ആവശ്യം കൂടി ഉണ്ട്. ഇതാണ് നമ്മൾ ഒരു കൂടുതൽ പിഴിഞ്ഞാൽ വെള്ളം വരാത്ത രീതിയിലുള്ള ഒരു അളവാണ് വേണ്ടത് മിക്സ് ചെയ്യുമ്പോൾ. അത് തിക്കായിട്ട് തന്നെ വേണം, ഇത് ലൂസ് ആവരുത്. ലെയറിൻ്റെ ഈ മീഡിയം വളരെ ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. പ്രോസസ് നമ്മുടെ ഇതിലെ ജലാംശം ഇനി ഇതിൽ തന്നെ സർക്കുലേറ്റ് ചെയ്ത് നിൽക്കും. ഈ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് വരിഞ്ഞ് കെട്ടിയത് കാരണം ഇതിന്ന് ജലാംശം പുറത്തു പോവില്ല. ഇനി ഒരു മാസം ആവുന്നതോട് കൂടിയിട്ട് ഇതിൽ നമുക്ക് വേര് കാണാൻ കഴിയും. ആ സമയത്ത് നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കും, മാറ്റും. എന്നിട്ട് ഒരു പോളിത്തീൻ ബാഗിലേക്ക് പോട്ട് ചെയ്യും. എന്നിട്ട് അതിനൊരു ചേമ്പറിൽ വെക്കുകയാണ് ചെയ്യുക.